എല്ലാം പൂർത്തിയാക്കി. പ്രതിഷേധമൊന്നുമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് വളരെ കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഹൈക്കോടതി ഉത്തരവിനെ ലംഘിക്കുന്ന തരത്തിൽ ഈ കുടുംബാംഗങ്ങൾ പെരുമാറിയാൽ അവരെ കരുതൽ തടങ്കലിലെടുക്കും. അതിനുശേഷം ഈ പരിശോധനകളെല്ലാം കഴിഞ്ഞ് അതിൽ ദുരൂഹതയൊന്നുമില്ലെങ്കിൽ കുടുംബത്തെ വിട്ടയക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാടല്ലേ? യെസ്, പോലീസിൻ്റെ തീരുമാനം അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ വീട്ടുകാർ പ്രതിഷേധിക്കുകയാണെങ്കിൽ ആ കുടുംബത്തെ വീട്ടിൽ തന്നെ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള ഒരു തീരുമാനമാണ് അവർ എത്തിയത്. അതിലേക്ക് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത് നടപ്പിലാക്കി കഴിയാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. കാരണം ഇത്രയും പോലീസും സന്നാഹങ്ങളും മറ്റും എത്തിയിട്ടും ആ കുടുംബത്തിൽപ്പെട്ട ആരെയും പുറത്തേക്ക് കാണുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 4-5 ദിവസമായി ഇവിടെ വന്നതാണ്. അവർ മക്കളും ഭാര്യയും മരുമക്കളും ഒക്കെ ഈ സമയത്ത് പല കാര്യങ്ങൾക്കായി ഒക്കെ പുറത്തേക്ക് വരേണ്ടതാണ്. അങ്ങനെ അവർ പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്തരമൊരു സംശയം കൂടിയുണ്ട്. അവരെ കരുതൽ തടങ്കലിലേക്ക് അവരെ ഒരുപക്ഷെ മാറ്റിക്കഴിയാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ എന്താണെങ്കിലും പുറത്തേക്ക് വരേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് ഉറപ്പില്ല. സാഹചര്യം വെച്ച് നോക്കി പറയുകയാണ്. മറ്റ് തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലും ഈ പ്രദേശത്ത് നിന്ന് കാണുന്നില്ല. ഇവിടെ മാധ്യമപ്രവർത്തകരും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും അല്ലാതെ ഇത് പൊളിക്കൽ നടപടികളിൽ പോലീസിനെ കാണാൻ കഴിയുന്നത് റഹീസ് ഇപ്പോൾ ആ കല്ലറയുള്ള വിവാദമായ സമാധി സ്ഥലത്ത് കുടുംബാംഗങ്ങളുണ്ട് എന്ന് തന്നെയാണ്. അതിൽ ഒരു മകൻ്റെ ഭാര്യയുണ്ട്, എനിക്കൊന്നു സനന്ദൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, രാജസേനൻ്റെ ഭാര്യയാണ്. ഒപ്പം രാജസേനനും സനന്ദനും ഇപ്പോൾ ആ വിവാദ സമാധി സ്ഥലത്തുണ്ട്. അമ്മ സുലോചന അമ്മയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നിരിക്കാം. മാത്രമല്ല പോലീസിൻ്റെ ഒരു വലിയ സേനാ വിന്യാസവും പ്രേക്ഷകർക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ആ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള സാധ്യതയില്ല. അവർക്ക് പിന്തുണയുമായി നാട്ടുകാർക്കും അങ്ങോട്ട് വരാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കും എന്നുള്ളതാണ്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ആ ഉത്തരവിനെതിരെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എതിരെയും വേണമെങ്കിലും FIR ഇടാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാവാം ഒരുപക്ഷെ നാട്ടുകാർ വലിയ രീതിയിൽ അതൊരു പ്രതിഷേധ വിഷയമായിട്ട് എടുക്കാത്തത്. മാത്രമല്ല, അതിൽ നാട്ടുകാർക്കും എന്താണ് സത്യമെന്നറിയണമെന്നുണ്ട്. അപ്പോൾ സമാധാനപരമായി തന്നെ ഇപ്പോൾ സമാധി സ്ഥലം, ദുരൂഹ സമാധി സ്ഥലത്തെ സ്ലാബ് പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. RDO സ്ഥലത്തെത്തിയിട്ടുണ്ട്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സേനാ വിന്യാസത്തെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധിയിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അകലെയാണ് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെയും നിർത്തിയിട്ടുള്ളത്. ഏകദേശം 1/2 കിലോമീറ്റർ അകലെ വെച്ച് പൊതുജനങ്ങളെ പൂർണ്ണമായിട്ടും വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പൊതുജനങ്ങൾക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ കടന്നു ചെല്ലാനും കഴിയില്ല. ആ ഭാഗം മഞ്ഞ റിബൺ വെച്ചും കയറ് വെച്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്രൈം സീനിലേക്ക് മറ്റാരെയും പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം. വലിയ പോലീസ് സേനാ വിന്യാസമുണ്ട്. എനിക്കൊന്ന് 2 DYSPമാരുടെ നേതൃത്വത്തിലാണ് പോലീസ് വിന്യാസം ഉള്ളത്. അമ്മയെ നമുക്ക് കാണാനും കഴിയുന്നില്ല. ഇന്നലെ നമ്മൾ അമ്മയോടൊക്കെ സംസാരിച്ചിരുന്നു. വേണമെങ്കിൽ നമുക്ക് അവരുമായിട്ടൊരു ടെലി എടുക്കാവുന്നതാണ്. അവർ സഹകരിക്കാനാണ് സാധ്യത. നിലവിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ റഹീസ്? വീട്ടുകാരും ഇതിനോട് സ്ലാബ് പൊളിക്കുന്നതിനോട് സഹകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ സ്ലാബിനകത്ത് സമാധി, അവർ പറയുന്ന സമാധി രൂപത്തിൽ ഗോപൻ സ്വാമിയെ ഇരുത്തിയത് രാജസേനനും സനന്ദനും ചേർന്നാണ്. സ്വാഭാവികമായും അത് പൊളിക്കുന്ന സമയത്ത് പോലീസിന് അവരിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. കാരണം ഇതൊരു സ്ലാബാണ്. ഇത് ഇടിച്ച് പൊട്ടിക്കേണ്ടി വരും. കോൺക്രീറ്റ് ഭയങ്കര ബലമുള്ള കോൺക്രീറ്റ് ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ എവിടെയാണ്, എങ്ങനെയാണ്, ഏത് പൊസിഷനിലാണ് ഈ ഗോപൻ സ്വാമിയെ ഇരുത്തിയിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ പോലീസിന് അടിസ്ഥാനപരമായി അറിയേണ്ടതുണ്ട്. കാരണം ഇവർ ഒരു ചെറിയ, നമ്മുടെ വീട്ടിൻ്റെയൊക്കെയാണ് ഒരു അലക്കുകല്ല് പോലുള്ള അത്ര ചെറിയ ഒരു സ്ലാബാണുള്ളത്. അതിൽ കൃത്യമായ പൊസിഷനിൽ നോക്കി എവിടെയാണ് ഗോപൻ സ്വാമിയെ അവർ ഇരുത്തിയതെന്നൊക്കെ കൃത്യമായി അറിയാതെ അത് പൊളിച്ചാൽ അതൊരു ശരിയായ പൊളി ആകാതിരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മകനോട് അവിടെ അദ്ദേഹത്തെ സ്ലാബിൽ അടക്കം ചെയ്യുന്ന സമയത്ത് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു മകനായ സനന്ദനോട് വിവരങ്ങൾ പോലീസ് തേടുകയാണ് എന്ന് മനസ്സിലാക്കുന്നതും സുലോചനാമ്മയും പറഞ്ഞതിൽ നിന്ന് അറിയാൻ കഴിയുന്നതും കിടത്തിയിട്ടില്ല എന്നാണ്, ഇരുത്തിയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സമാധിയായി ഇരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ കല്ലറയുടെ വലിപ്പം നമ്മൾ നോക്കിയാലും ഏകദേശം അങ്ങനെ തന്നെയാണ്. വലിയ രീതിയിൽ കിടത്തുന്ന രീതിയിലായിരിക്കില്ല ഒരുപക്ഷെ ഉണ്ടാവുക.
ഇരുത്തിയ രീതിയിൽ തന്നെ ആയിരിക്കും സ്ലാബ് അതിന് മുകളിലേക്ക് വിരിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ സ്ലാബ് മാറ്റിയാൽ തന്നെ ഒരുപക്ഷെ അത് കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഈ കുടുംബം പ്രതിഷേധിക്കുമ്പോൾ പലതരം സംശയങ്ങൾ നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൽ ഗോപൻസ്വാമി അതിനുള്ളിൽ തന്നെ ഉണ്ടാകുമോ, മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ, ഇത്തരം സംശയങ്ങളാണ് ഇന്നലെ കോടതിയും ചോദിച്ചതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഭൗതിക ശരീരം ഇരിക്കുന്നത് എങ്ങനെ എന്നുള്ളത് സനന്ദനോട് ചോദിച്ച് പോലീസ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ആ സ്ലാബ് നീക്കുക. എന്തായാലും കിടത്തിയ അവസ്ഥയിലായിരുന്നില്ല എന്ന് തന്നെയല്ലേ നമ്മളുടെ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, റഹീസ്? അരുൺ, അങ്ങനെ തന്നെയാണ്. അവിടെ കിടത്തിയ രീതിയിൽ, സാധാരണ സംസ്കാര ചടങ്ങുകളിൽ ആളുകളെ കിടത്തുന്ന രീതിയിൽ കിടത്തിയിട്ടില്ല, അവിടെ ഇരുത്തുക തന്നെയാണ് ചെയ്തത് എന്നാണ് മക്കളുടെ മൊഴി. എന്ന് മാത്രമല്ല, അവിടെ അതിൻ്റെ ഒരു സ്പേസ് നോക്കുമ്പോൾ ഒരാളെ കിടത്താനുള്ള സ്പേസുമില്ല, അവിടെ ആളെ ഇരുത്തിയിരിക്കുക തന്നെയാണ് മക്കളുടെ മൊഴി. അത്തരത്തിൽ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ അവിടെ ഒരാൾക്ക് കിടക്കാനുള്ള സ്പേസ് ഇല്ല, ഒരാളെ ഇരുത്തുകയാണ് ചെയ്തത്. അത് ഏത് തരത്തിലാണ്, ആ സ്ലാബ് കണ്ടാലറിയാം അത് മുകളിൽ ഒരു സ്ലാബ് വെച്ച് അടച്ചതാണോ അതല്ല മൊത്തത്തിൽ അത് കോൺക്രീറ്റ് ചെയ്തതാണോ എന്ന ഒരു സംശയം അത് കാണുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു. അത്തരം പ്രൈമറിയായ വിവരങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞോടത്തുടൻ പൊളിക്കൽ നടപടികളിലേക്ക് തുടങ്ങും. ഇവിടെ ഒരു ആംബുലൻസും പോലീസ് സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. അത് ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നമുക്കതിലൊരു വ്യക്തതയില്ലാത്ത കാര്യം, അവിടെ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് ഇവിടെ വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ഈ ഗോപൻസ്വാമിയുടെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.